സെക്രട്ടറിയുടെ വെളിയിൽ ചെന്നിട്ട് അകത്തുള്ള മന്ത്രിമാരുടെ PA-മാരുടെയൊക്കെ വിളിക്കുക, അങ്ങനെ പാസിന് വേണ്ടി വിളിക്കുക, എന്നിട്ട് പറയുക എനിക്ക് ഒരാളിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുക. 2 പാസ് ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് മറ്റേ ആളിനെ വെളിയിൽ നിർത്തുക, സെക്രട്ടറിയുടെ കോറിഡോർ വഴിയൊക്കെ നടന്നിട്ട് തിരിച്ചു വന്നിട്ട് വേറെ കള്ളക്കഥകൾ പറയുക. ഇതിനിടയിൽ PSC-യിൽ പോയിരിക്കുന്നു. PSC വളരെ ഗൗരവമായി PSC ചെയർമാനും PSC മെമ്പർമാരും ഇത് കേൾക്കേണ്ട ഒരു വിഷയമാണ്. PSC-യിൽ ചെന്നിട്ട് PSC-ക്ക് അകത്തുനിന്ന് ഇവർ ചെല്ലുമ്പോൾ, ഈ തൊഴിലന്വേഷകരും അവരുടെ ബന്ധുക്കൾ അവിടെ ചെല്ലുമ്പോൾ, ഈ തട്ടിപ്പുകാരും കൂടി ചെല്ലുമ്പോൾ PSC-ക്ക് അകത്തുനിന്ന്, അതാണ് വളരെ പ്രധാനം, ഒരാൾ ഇറങ്ങി വരികയും ഹാൾ ടിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒന്നുകിൽ ഇവരുടെ റാക്കറ്റിൽ തന്നെ ഉള്ള ഒരാൾ അകത്ത് പോയിട്ട്, നേരത്തെ അകത്ത് പോയിട്ട് PSC-യിൽ നിന്ന് ഇറങ്ങി വന്ന് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുള്ള ആളായിരിക്കാം. എന്തായാലും രണ്ടായാലും ഈ ക്യാമറയും സംവിധാനവും PSC-യിൽ സെക്യൂരിറ്റിയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരാൾ PSC-ക്ക് അകത്തോട്ട് കയറി പോവുകയും PSC-യുടെ ഹാൾ ടിക്കറ്റ് മാൽ പ്രാക്ടീസിലൂടെ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ PSC-യുടെ പേരിലും തട്ടിപ്പ് നടക്കുകയാണ്. അപ്പോൾ PSC-യിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ടീച്ചറിൽ നിന്ന് ടീച്ചർ ജോലിക്ക് 6 ലക്ഷം രൂപ, 50. പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ജോലി, ആയുർവേദത്തിൽ തിരുവനന്തപുരത്താണോ കണ്ണൂരാണോ ജോലി വേണമെന്ന് ചോദിക്കുന്നു. പണ്ട് PSC-യിലൊരു തട്ടിപ്പുണ്ടായിരുന്നു, അത് ഗവൺമെൻറ് ഇടപെട്ട് നിർത്തി. ആ തട്ടിപ്പെന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ് പരീക്ഷയെങ്കിൽ 50 മാർക്ക് ടെസ്റ്റും 50% ടെസ്റ്റും 50% ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ടെസ്റ്റിന് ഒരാളിന് മാർക്ക് കുറഞ്ഞു പോയാൽ ഇൻ്റർവ്യൂവിൽ കയറ്റി അടിക്കും. അപ്പോൾ 40 മാർക്ക് കൊടുത്തിട്ട് മറ്റേ ആളിന് 10 മാർക്ക് കൊടുത്താൽ മതിയല്ലോ, ഇയാൾ കയറി വരും. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറ്റി അടിക്കുന്ന രീതിയിൽ 1000കണക്കിന് ആളുകൾ PSC വഴിയാന്ന് ജോലി നേടിയിട്ടുണ്ട്. പഴയ കഥയാണ്. പിന്നെയാണ് PSC-യിൽ കർശനമായി ഒരു നിയമം കൊണ്ട്, A. ചാൾസ് MP PSC മെമ്പറായിരിക്കുമ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കർശനമായൊരു നിയമം കൊണ്ടുവന്നു. അത് പറ്റില്ല, 80-20 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോയി. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 80% മാർക്ക് കണക്കാക്കുന്നത് റിട്ടേൺ പരീക്ഷയെന്ന്, 20% ഇൻ്റർവ്യൂ ഉള്ള കേസിൽ 20% പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്തൊരു വലിയ വേരിയേഷൻ കളിക്കാൻ പറ്റത്തില്ല. കാരണം 18 മാർക്ക് കൂടുതൽ കൊടുക്കാനും പറ്റത്തില്ലല്ലോ. 18 മാർക്ക് കൊടുത്താൽ അപ്പുറത്തെ ആളിന് 80 മാർക്കിന് പരീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ മാറ്റി വലിയ തട്ടിപ്പാണ് PSC-യിൽ നടക്കുന്നത്. അപ്പോൾ PSC-യിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഗൗരവമായ ഒരു പരിപാടി ഉണ്ട്. ആ തട്ടിപ്പുകൾ പല കാലങ്ങളിൽ പിടിക്കുകയും ഇപ്പോൾ PSC കുറേ കൂടി മെച്ചപ്പെട്ട് പോവുകയും ചെയ്യണം.